നമുക്ക് പാല് ഒരു ദിവസം എത്ര ഉപയോഗിക്കാം എന്നുള്ളതാണ്. പാല് ഒരു സാധാരണ വ്യക്തിക്ക് 300 ml ആണ് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഒരു ഗ്ലാസ് ചായയോ പാലായിട്ടോ ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ പാല് സാധാരണ ചായ ആക്കുമ്പോൾ പകുതി പാലും പകുതി വെള്ളവുമായിട്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ രാവിലെയും വൈകിട്ട് നമുക്ക് 100 ml വീതം കിട്ടുമ്പോൾ തന്നെ 200 ml ആയി. പിന്നെ നമുക്ക് ഒരു 100 ml കൂടെ അധികം വേണം. അപ്പം നമ്മുടെ ഒരു കേരളത്തിലുള്ള സാധാരണ ഭക്ഷണ രീതി അനുസരിച്ച് ഉച്ചയ്ക്ക് ഊണിനോടൊപ്പം തൈരോ അല്ലെങ്കിൽ മോരോ പുളിശ്ശേരിയോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പം പാലും പാൽ ഉൽപ്പന്നങ്ങളും കൂടെ ചേർത്താണ് 300 ml. അപ്പം തൈരായിട്ടോ മോരായിട്ടോ അല്ലെങ്കിൽ പാലായിട്ട് തന്നെ ബാക്കി 100 ml നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചാലും നമുക്ക് 300 ml പാലാണ് ഒരു ദിവസം ഒരു സാധാരണ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത്. മൃഗങ്ങളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ആഹാരവസ്തുക്കൾ, മീൻ, മുട്ട, ഇറച്ചി ഇങ്ങനെയൊക്കെ ആഹാരവസ്തുക്കൾ നമുക്കൊരു 30 മുതൽ 60 ഗ്രാം വരെയൊക്കെ മതിയാകും. പഞ്ചസാരയുടെ ഉപയോഗം കഴിവതും, പഞ്ചസാരയും എണ്ണയുടെ ഉപയോഗം കഴിവതും കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന് എത്രയും നല്ലത്. ഇത് യൂസ് സ്പെയറിംഗ്ലി എന്നാണ് പറയുന്നത്. വളരെ മിതപ്പെടുത്തി ഉപയോഗിക്കേണ്ട 2 ആഹാരവസ്തുക്കളാണ് ഈ പഞ്ചസാരയും പിന്നെ എണ്ണയും. അപ്പോൾ പഞ്ചസാര സാധാരണ ഒരു സ്ത്രീക്ക് നമുക്ക് 20 ഗ്രാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ പഞ്ചസാര സ്പൂണിലല്ലേ ഇടുന്നത്. അപ്പോൾ ഒരു സ്പൂൺ എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. അങ്ങനെ 4 സ്പൂൺ പഞ്ചസാരയാണ് ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ഗ്രാം എക്സ്ട്രാ കൂടാതെ 25 ഗ്രാം 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നത്. എണ്ണയുടെ കാര്യം ഇതേപോലെയാണ്. എണ്ണ ഒരു സ്ത്രീക്ക് 20 ഗ്രാമും പുരുഷന് 25 ഗ്രാം. അതായത് നമ്മളിപ്പം 5 സ്പൂൺ 4 മുതൽ 5 സ്പൂണ്, 20 ഗ്രാം എന്ന് പറയുന്നത് 4 ടീസ്പൂണും 25 ഗ്രാം എന്ന് പറയുന്നത് 5 ടീസ്പൂണാണ്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലിപ്പോൾ 5 വ്യക്തികൾ ഉള്ള ഒരു വീടെടുക്കുക എന്ന് വെച്ചു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തേങ്ങ ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ തേങ്ങയുടെ ഉപയോഗം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ 20 ഗ്രാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ 10 മുതൽ 15 ഗ്രാം എണ്ണ ആയിട്ട് മിതപ്പെടുത്തുന്നതാണ് നല്ലത്. ബാക്കിയുള്ള എണ്ണ നമുക്ക് തേങ്ങയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം 5 വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ 10 ഗ്രാം എണ്ണ എന്നുള്ള കണക്കിന് എടുക്കുകയാണെങ്കിൽ 50 ഗ്രാം എണ്ണയായിരിക്കും ഒരു ദിവസം നമുക്ക് എണ്ണയായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഒരു 30 ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോ എണ്ണയാണ് ഒരു വീട്ടിലേക്ക്, 5 വ്യക്തികളുള്ള ഒരു വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായി വരുന്ന എണ്ണ. ഇത്രയും മിതപ്പെടുത്തിയാൽ തേങ്ങ നമ്മൾ ഒരു ആൾക്ക് ഒരു 20 ഗ്രാമൊക്കെ തേങ്ങ മതിയാകും. അപ്പോൾ ഒരു 20 ഗ്രാം എന്ന് വെച്ചാൽ 5 പേരുള്ള ഒരു വീട്ടിലാണെങ്കിൽ നമുക്കൊരു 100 ഗ്രാം തേങ്ങ, നമ്മൾ ശരാശരി ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ അതൊരു 150 മുതൽ 200 ഗ്രാം വരെ ആയിരിക്കും. അപ്പം അത് തേങ്ങയുടെ അളവനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിലും നമുക്ക് ഒരു 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങയൊക്കെ ഒരു ദിവസത്തേക്ക് 5 പേരുള്ള ഒരു വീട്ടിൽ മതിയാകും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മിതപ്പെടുത്തി ഉപയോഗിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ വളരെയധികം ഈ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണയുടെ ഉപയോഗം വളരെ മിതപ്പെടുത്തി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു സാധാരണ വ്യക്തിക്ക് നമുക്ക് 5 ഗ്രാമിൽ താഴെ ആണ് 5 ഗ്രാമിൽ താഴെ ആണ് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ 5 ഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ടീസ്പൂണാണ് 5 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഹാരത്തിലേക്ക് ഉപയോഗിക്കുന്ന ഉപ്പ്, ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് പോലെ 5 വ്യക്തികളുള്ള ഒരു വീട്ടിലാണെങ്കിൽ നമ്മളിപ്പം ചോറിൽ ഉപ്പിടുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് 5 കൂട്ടാനുണ്ടെങ്കിൽ അതിൽ ഓരോന്നിലും ഓരോ സ്പൂൺ കണക്കാക്കി ഇടാം. അങ്ങനെ നമുക്കൊരു പ്ലാനിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലപ്പുറം പോകാൻ പാടില്ല. അപ്പം പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ആഹാരങ്ങൾ പലരും വറുത്ത അതും പൊരിച്ചതും പിന്നെ അച്ചാർ, പപ്പടം ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം അധികമായി വരുന്ന ഉപ്പായിരിക്കും. അപ്പോൾ അതും കൂടെ കണക്കാക്കി വേണം നമ്മൾ അതൊക്കെ ഇടയ്ക്ക് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇപ്പം പ്രഷറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർ ആണെങ്കിൽ അത് ഈ 5 ഗ്രാം എന്നുള്ളത് അതിലും കുറച്ച് വേണം ഉപയോഗിക്കാൻ. അപ്പം ഈ ഇടയിലുള്ള മറ്റ് പ്രോസസ്ഡ് ഫുഡ്, ഇപ്പം ചിപ്സ്, പിന്നെ പപ്പടം, അച്ചാർ ഇങ്ങനെയൊക്കെയുള്ള ഒഴിവാക്കുകയാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാവുക. അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇടുന്നതിൻ്റെ ഉപ്പിൻ്റെ അളവും കുറയ്ക്കേണ്ടതാണ്.